ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കില്ല എല്ലാവരും? ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഒരു ചലഞ്ച് പോലൊക്കെ ഞാൻ എടുക്കുന്നു. കുറേ ദിവസമായിട്ടില്ലേ നമ്മളിങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചത്. പിന്നെ കുറച്ചൊരു ലൈഫ് അപ്ഡേറ്റും തരാമെന്ന് കരുതി. ഓക്കെ, ഇന്നിപ്പം നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല. നിങ്ങളെന്നിപ്പോൾ പറയുമ്പോൾ എനിക്കറിയില്ല എത്ര പേരിപ്പം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂസൊക്കെ ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു കൊല്ലം ആകുമ്പോഴേക്കും ഞാനിങ്ങനെ ഓരോ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ വ്യൂസ് ഡൗൺ ആവും, നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പോയാൽ എൻ്റെ 100-ന് മേലെ പോകാറുണ്ടായിരുന്നു, 200, 200 ആ സംതിങ് അതിൻ്റെയൊക്കെ ഒരു മുകളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മാറ്റമുണ്ട്. ഇപ്പം 30, 40, 50 അങ്ങനെയൊക്കെയാണ്. ഇതുവരെ 50 കടന്നിട്ടില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രീവിയസ് 3 വീഡിയോസിന്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ നമ്മളങ്ങനെ. നിങ്ങൾക്കറിയില്ല, ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം മുന്നേ മുടി വെട്ടിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു മുടി വെട്ടിയപ്പോൾ. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ശല്യമായിട്ട് മാറും, ഇവിടെയൊക്കെ ഇങ്ങനെ മുടി തൂക്കി കിടന്നിട്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള കാര്യമാകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നത്, അതായത് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു. ഇന്ന് ഞാൻ വീഡിയോ ഇടും. നാളെ ഞാൻ ഇടുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്നൊക്കെ ഇടുമെന്ന് പറയുന്നുണ്ടോ അതൊന്നും വീഡിയോ എനിക്കിടാൻ പറ്റാറില്ല. സോ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, ഞാൻ പ്രീവിയസ്ലി നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഞാൻ എപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വരും. ഇപ്പം ഇതെല്ലാവർക്കും ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രമുള്ളതാണ് ഈ നസർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന ഒരു സംഭവം. എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ചേട്ടല്ല കേട്ടോ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഈ ഒരു വിശ്വാസമുള്ള ആൾക്കാരാണ് കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒരുപാട് റീല് ഞാനിങ്ങനെ ഡെയിലി ബേസിൽ ഞാൻ കാണുന്നുണ്ട്. ഈവൻ ആൺകുട്ടികൾ പോലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാത്ത, അതായത് സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടായിരിക്കും ലൈഫ് പോവുക. എന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു അന്ന് തുടങ്ങി എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ അസുഖത്തിൻ്റെ ഫോമിലാണെങ്കിലും അല്ലെങ്കിലൊക്കെ. എനിക്കറിയില്ല നമ്മളെ നെഗറ്റീവ് എനർജി ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ അസൂയപ്പെടുന്നതായിരിക്കും. പിന്നെ ഞാനൊക്കെ വിചാരിക്കും എൻ്റെ കണ്ടിട്ട് എന്തിനാ ആൾക്കാർ അസൂയപ്പെടുന്നത്? ഈ 1 million 2 million ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പൊട്ടി വെക്കാം. ഈ 50-40 വ്യൂസൊക്കെ വരുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അല്ല, അസൂയ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടത്? എനിക്ക് ആരെങ്കിലും ഒരാൾ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തുണ്ടമ്പുരി കിട്ടാനാണ് എൻ്റെ കാര്യത്തിൽ അസൂയപ്പെട്ടിട്ട്? ഓക്കെ ഫൈൻ, ഞാൻ ചെറുത് ഫണ്ണിയായിട്ട് പറഞ്ഞേ ഉള്ളൂ അത്. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫ് അപ്ഡേറ്റിൻ്റെ കാര്യം പറയാം. ഇവിടെ ഈ മുംബൈയിൽ വന്നതിന് ശേഷം ഞാനിതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ജോബ് ചേഞ്ച് ചെയ്യുന്നത്. 2 തവണ ഞാൻ എൻ്റെ ഫുഡ് കമ്പനിയിലെ ജോബ് ഞാൻ ചേഞ്ച് ചെയ്തു. ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്, അതായത് ബെറ്റർ പ്രൊഫഷന് വേണ്ടിയിട്ട്, ബെറ്റർ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി ആ ഫീൽഡിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. കാര്യം ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് നമുക്കൊരു 10-15K അതാണ്. അതായത് നിങ്ങൾ ആലോചിക്കണം, 1.5 ലക്ഷം രൂപ പഠിച്ചിറങ്ങിയ ഫുഡ് ടെക്നോളജി, ഞാൻ ഫുഡ് ടെക്നോളജിയാണ് പഠിച്ചത്. 1.5 ലക്ഷം രൂപ പഠിച്ചിറങ്ങി എനിക്ക് നല്ല ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കോഴ്സ് പഠിക്കുന്നത്. ഞാൻ അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നതല്ല, ഒരു റിയാലിറ്റി ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ഞാനല്ല, നിങ്ങൾ ആരെങ്കിലും 2017 ഞാൻ പാസ് ഔട്ട് ആയ ആളാണ്. എൻ്റെ ഒരു പ്രൊഫഷൻ, അതായത് 2017 ഞാൻ BSc ഫുഡ് ടെക്നോളജി പഠിച്ചിറങ്ങിയ MSc ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് ഒരുപാട് നന്നായി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ കുറേ ആൾക്കാർ MSc പഠിക്കാൻ പോകുന്നു, കുറേ ആൾക്കാർ എന്താ പറയുക വർക്ക് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കയറുന്നു. നമ്മുടെ സീനിയേഴ്സൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറേ പേര് എൻ്റെ ജൂനിയേഴ്സ് ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്, എൻ്റെ സീനിയേഴ്സും ടീച്ചറായിട്ട് കയറിയിട്ടുണ്ട്. ടീച്ചിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ലൊരു ഫീൽഡായിരിക്കും ഇത്. നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീച്ചറായിട്ട് കയറുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടും, നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പോയി വരാമല്ലോ. അല്ലെങ്കിൽ പിന്നെ നീറ്റും കാര്യങ്ങളൊക്കെ എഴുതി പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ നിങ്ങൾക്ക് കയറാം. ഇതിൻ്റെ എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഇതില്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് പട്ടിപ്പണി പിച്ചക്കാശ് രാജപദവി, അതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഗുണമല്ല, ഒരു ഗുണമഹിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നാട്ടിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എനിക്ക് 10-15 ആണ് കിട്ടിക്കൊണ്ടിരുന്നത്, 10 അല്ലെങ്കിൽ 15 അത്ര എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 10 ആയിരുന്നു. എനിക്ക് പറയുന്നതിലും മടിയൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് 20K ആയി.
17 ആയിരുന്നു ആദ്യം, പിന്നെ ഗ്രാജുവേറ്റ് ചെയ്ത് 20 ആയി. പിന്നെ എനിക്ക് മനസ്സിലായി ഈ 20 തന്നെയായിരിക്കും ഇനിയുള്ള 1 ഇയറിലും, അല്ലെങ്കിൽ 1.5 വർഷം ഇത് തന്നെയായിരിക്കും. വേറെ എവിടെ പോയാലും നമ്മുടെ എത്രയാണോ സാലറി അതിൽ നിന്ന് ഹൈക്കാവില്ല, ആ ഒരു സാലറി തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുകയെന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല ഭയങ്കര പ്രഷറാണ്, ഒരു സിസ്റ്റമാറ്റിക് അല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വേറെ ഏതെങ്കിലും പ്രൊഫഷൻ സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അങ്ങനെ ഞാനിപ്പോൾ കറൻറ്റ്ലി കയറിയിരിക്കുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോ BD ആയിട്ട്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ കയറി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രെയിനിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നല്ല ഫീൽഡാണ്. ഇനി ഇതിലെത്ര കാലം ഞാൻ നിൽക്കും എന്നുള്ളത് ഞാൻ അറിയാം. എനിക്ക് പലപ്പോഴും പ്രൊഫഷൻ വൈസ് കൺസിസ്റ്റൻസി ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ നിങ്ങളടുത്ത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രൊഫഷനിൽ എനിക്കൊരു ലോങ് ടേം കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് എനിക്ക് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടേ. ഇവിടെ എന്തോ ഒരു കരിഞ്ഞൊരു മണം കേട്ടോ, എന്താ കരിഞ്ഞെന്നറിയില്ല. ഇനി എൻ്റെ ഫോണാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇവിടെയൊക്കെ ചുറ്റിലും കുറേ ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കെമിക്കൽ ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളുള്ളത് തലോജിലാണല്ലോ, ഒത്തിരി കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്താൽ പോരെ, അടുത്തല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് മടുത്ത്, സത്യം പറയും. ഇതുപോലൊരു എന്താ പറയുക, നശിച്ച പണി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഫുഡ് ടെക്നോളജിയെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ കറിയില്ല BD ആയിട്ടാണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് എനിക്ക് പല ഫീൽഡ് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് ഫീൽഡാണ് നമുക്ക് ബെസ്റ്റായിട്ട് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചിലപ്പം ഇത് കാണുന്ന ആൾക്കാരിലേക്ക് എനിക്കറിയില്ല അവരിത് എങ്ങനെയാണ് എടുക്കുക, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ പോലെ ഏതെങ്കിലും ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ അടുത്താണ് പറയാനുള്ളത്. നിങ്ങൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ പേരൻസ് ആണെങ്കിലും പറയാറുണ്ട്, നീ ഇങ്ങനെ എപ്പോഴും ഓരോന്ന് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിനക്ക് നിന്നൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു നല്ലൊരു കൺസേൺ ആണ്. നല്ലൊരു കൺസേൺ ഇൻ ദ സെൻസ് എന്താ, അവരുടെ ക്വസ്റ്റ്യൻ ന്യായമായിട്ടാണ് അവർ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് നമുക്ക് അതൊന്നൊരു വേജ് നമുക്ക് കിട്ടിയിട്ടില്ലേ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നില്ല. ഒന്നില്ലെങ്കിൽ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നല്ല രീതിയിലായിരിക്കണം നമുക്ക് വർക്ക് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. അതുകൊണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരാളുടെ അണ്ടറിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പണിയെടുത്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി എനിക്ക് അതിന് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അറ്റ് ദ എൻഡ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതാണ് മെയിനായിട്ട്. കുറേ പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ജോലിയിലോട് നമുക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണം. അതില്ലാതെ നമ്മൾ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് അധിക കാലം പോവില്ല. അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ആ ജോലിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വേർപിരിക്കും. അല്ലെങ്കിൽ അതൊന്ന് വിട്ട് പോരാനുള്ള പല മൈൻഡും ഉണ്ടാവും. പക്ഷെ പലർക്കും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ലോണും കടങ്ങളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ഒരു തിയറി ഒന്നും വർക്കൗട്ട് ആവില്ല. അവരെങ്ങനെയെങ്കിലും കിട്ടുന്ന ജോലിയിൽ പിടിച്ച് നിൽക്കാനേ നോക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയണത്, നിങ്ങൾക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആണുള്ളതെങ്കിൽ, അതായത് കടങ്ങളോ ലോണുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങളെപ്പോഴും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമോ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രൊഫഷൻ അല്ല വേറൊരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും ബെറ്റർ ആയിട്ടുള്ളൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ചിലപ്പം മുന്നത്തേനെക്കാട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്താലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുക അത് നമുക്ക് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. സോ ഞാൻ എപ്പോഴും എൻ്റെ മുന്നിലുള്ള ഒരു പുതിയ സാധ്യത അല്ലെങ്കിൽ പുതിയൊരു അവസരത്തിനെ ഞാൻ വളരെ എക്സൈറ്റഡോടെയാണ് ഞാൻ നോക്കി കാണാറ്. അത് വർക്ക് ആയില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ നോക്കാമല്ലോ, അല്ലെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് വേറെ ഒന്ന് കിട്ടണം. വേറെ ഒന്ന് കിട്ടാതെ നമ്മൾ ഇറങ്ങിയിട്ട് മേലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് മാത്രമേ പോവുള്ളൂ. സോ അത്രയും എൻ്റെ ലൈഫ് അപ്ഡേറ്റ്. വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ പ്രൊഫഷൻ വൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. ഇനി ഞാനൊരു ഫുഡ് കമ്പനിയിലേക്ക് ഇനി ഞാൻ പോവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മതി. പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, പൈസ കിട്ടും, വരുമാനം ഉണ്ടായിരുന്നത് ആ ഒരു ജോലി കൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക നന്ദി എനിക്കുണ്ട് ആ ജോലീൻ്റെ അടുത്ത്. പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയും. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെയോ ഞാൻ ഒരു 3.5-4 കൊല്ലം ഒക്കെ ഈ ഫുഡ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തത് QA ആയിട്ട്. പക്ഷെ എങ്ങനെ ഞാൻ വർക്ക് ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഞാൻ ഒരു 6 മാസമൊക്കെ തികച്ചൊരു കമ്പനിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാണല്ലോ, ഇറ്റ്സ് റിയലി അമേസിങ്, ഇറ്റ്സ് റിയലി സർപ്രൈസിങ് തന്നെ വേണേൽ പറയാം.
അപ്പോൾ അങ്ങനെ ഞാൻ 6 മാസം തികച്ച് മുമ്പിൽ ഒരു കമ്പനി ഇരുന്നു. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യം കേട്ടോ. ആൾക്കാരെ സംബന്ധിച്ചത് എങ്ങനെ നോക്കി കാണുന്നത് എനിക്കറിയാം. അതോ ഒരു എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അതേപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ കമ്പനി. വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല സുഖമാണ്. എന്നുവെച്ചാൽ നല്ല സുഖമാണ് അങ്ങനെയല്ല, നല്ല രീതിയിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. പക്ഷേ ഫിസിക്കൽ ടോർച്ചറിനും മെൻ്റൽ ടോർച്ചറിനും യാതൊരു കുറവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു സിസ്റ്റമാറ്റിക്കും അല്ല. അതാണ് എന്നെ മെയിനായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആക്കിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇപ്പം ഞാനുള്ളത് ഈ ഫീൽഡാണ്. ഈ ഫീൽഡും നമുക്കൊരു ഫീൽഡും പ്രഷറൊന്നും ഇല്ലാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലെങ്കിലും റൺ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു നല്ലൊരു ടീമായിരിക്കണം, നല്ലൊരു കമ്പനി ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എപ്പോഴും അസുഖമാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ റൂമിലേക്ക് മാറിയ പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം കറൻറ്റ്ലി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് ഈ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നോക്കി നടത്തുന്നത് കൊണ്ട് കുറച്ച് അലങ്കോലമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, പരിസരങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിനിൻ്റെ ആക്സസ് ഇവിടെ ഇല്ല. മെട്രോ മാത്രമേ ഉള്ളൂ. പെന്താൽ മെട്രോ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് ഫേസ് 1 വരുന്നത് പേത്താലി തലോജയാണ്. പേത്താലി തലോജ ഫേസ് 1, പെന്താർ മെട്രോ ഫേസ് 2. ഫേസ് 2ലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ മെട്രോ ഉണ്ട്. ലോക്കൽ ട്രെയിനിലെങ്കിൽ നമുക്ക് മെട്രോ ഉണ്ടല്ലോ, എവിടേക്ക് വേണമെങ്കിലും പോകണമെങ്കിൽ. അതായത് നമുക്ക് നിയർ ആയിട്ട് വരുന്ന കാർഗറാണ്. പിന്നെ കുറച്ചുകൂടി നിയർ ആയിട്ട് വരുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൻവേലും ബലാപൂരൊക്കെ വരും. കുറച്ചുകൂടി അടുത്ത് പൻവേലാണ്. ബലാപൂരേക്ക് 1/2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സർക്കിൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, ഷോപ്പും കാര്യങ്ങളൊക്കെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡെവലപ്പായി വരുന്നേ ഉള്ളൂ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ. ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കിട്ടില്ലാണ് കേട്ടോ. നല്ല റൂമാണ്, നല്ല സെക്യൂരിറ്റി ഉള്ള, ഫാമിലീസിന് കൂടുതൽ പ്രയോറിറ്റീസ് കൊടുക്കുന്നതാണ് ഈ ഒരു ഫ്ലാറ്റ്. സിഡ്കോ ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഫ്ലാറ്റ് മൊത്തം. ആനന്ദ് സാഗർ, സുഖ് സാഗർ, ദീപ് സാഗർ, അങ്ങനെ കുറേ സാഗർമാരെ ഉണ്ട്. വേറെയും കുറേ ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. എനിക്കിപ്പോൾ ആകെ അറിയുന്ന ഈ കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ. വലിയ വലിയ യമണ്ടൻ ഫ്ലാറ്റുകൾ എന്താ വെച്ചാൽ ഭയങ്കര ഹൈറ്റിലാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഓവറോൾ നല്ല ഹൈജീനിക്കാണ്, നല്ല വൃത്തിയാണ്. ഓരോരുത്തർ എങ്ങനെ നോക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ കിടലനാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും വലിച്ചെടുത്തില്ല. നമുക്ക് അടുത്ത വിശേഷം അടുത്ത എപ്പിസോഡ്, അത് നാളെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.